വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്. ഇന്നത്തെ എൻ്റെ യാത്ര നീലഗിരി ജില്ലയിലെ ദേവാല എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ്. അതും കിടിലം സ്പോട്ടിലേക്ക് തന്നെ. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു പട്ടണമാണ് ദേവാല. ഗൂഡലൂരിൽ നിന്നും ഏകദേശം 17 കിലോമീറ്റർ അകലെ ഗൂഡലൂർ പന്തലൂർ റോട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്നാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഗൂഡല്ലൂരിലുള്ള ദേവാല മേഖലയിലെ പഴയ സ്വർണ്ണഖനന ഗുഹയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കാലത്ത് സ്വർണം നേടാനായി ആഴത്തിൽ കുഴിച്ച ഒരു വലിയ ഗുഹയും നിങ്ങൾക്ക് കാണാം. ഇപ്പോഴും ഈ കാട്ടിനുള്ളിലുള്ള നിരവധി ഗുഹകളിൽ സ്വർണം മറഞ്ഞു കിടക്കുന്നുണ്ട്. തദ്ദേശീയരായ വാസികൾ ഇന്നും ഇവിടെ നിന്ന് സ്വർണം കുഴിച്ചെടുക്കാറുമുണ്ട്. ഈ കാണുന്ന തൊട്ടുമുകളിലുള്ള വലിയ മലയിൽ നിരവധി ഇങ്ങനെയുള്ള ഖനന കുഴികൾ ഉണ്ട്. അങ്ങോട്ടേക്കെല്ലാം കടന്നു ചെല്ലുവാൻ അല്പം പ്രയാസം തന്നെയാണ്. കാരണം വലിയ ഗുഹകളും വലിയ കുഴികളുമാണ് നിറഞ്ഞിരിക്കുന്നത്. ആ കാണുന്ന മലയിലും സ്വർണത്തിൻ്റെ ഖനന കുഴികൾ കാണാം. ഇന്നത്തെ എൻ്റെ സഹയാത്രികൻ സ്റ്റെഫിൻ മനോവ എന്ന് പറയുന്ന സുഹൃത്താണ്. അദ്ദേഹം നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ് ഈ ദേവാല. രണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ദേവാലയുടെ സ്വർണ്ണ കഥകൾക്ക്. രാജഭരണ കാലഘട്ടം മുതലേ നീലഗിരിയിലെ സ്വർണ്ണ നിക്ഷേപത്തിൽ പലരും കണ്ണുവച്ച് തുടങ്ങിയിരുന്നു. വൻ തുരങ്കങ്ങളിൽ നിന്ന് ചാക്കിലേറ്റി പുറത്തെത്തിച്ച് കാട്ടരുവികളിൽ നിന്നും അരിച്ചെടുത്ത സ്വർണം വിദേശ രാജ്യങ്ങളിലേക്ക് കപ്പൽ കയറിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ദേവാലയങ്ങൾ എന്ന കൊച്ചു ഗ്രാമത്തിൽ. ബ്രിട്ടീഷ് ആധിപത്യത്തിനു കീഴിലായപ്പോഴാണ് വ്യവസായ അടിസ്ഥാനത്തിൽ നീലഗിരിയിൽ സ്വർണ്ണഖനനം തുടങ്ങിയത്. നീലഗിരി വയനാട് അതിർത്തിയിൽ സ്വർണ്ണഖനനത്തിന് 1827 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അനുമതി നൽകിയിരുന്നു. നിലമ്പൂർ രാജകുടുംബത്തിന് 10% റോയൽറ്റിയായിരുന്നു വ്യവസ്ഥ. ആ കാണുന്ന തേയിലത്തോട്ട കുന്നുകൾ ഇന്ത്യയിലെ ഒരു പ്രമുഖ വ്യക്തിയുടേതാണ്. ആൽഫ ഗോൾഡ് മൈനിങ് കമ്പനി, ഇന്ത്യൻ ഗ്ലെൻഡോക്ക് കമ്പനി തുടങ്ങിയ ഒട്ടേറെ ഖനിക് ഭീകരന്മാർ ദേവാലയിലെത്തി സ്വർണ്ണഖനനം ആരംഭിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വർണ്ണഖനനം ആരംഭിക്കുന്നതിന് മുമ്പ് ദേവാല എന്ന് പറയുന്നത് ഒരു കുഗ്രാമമായിരുന്നു. എന്നാൽ സ്വർണ്ണഖനനം ആരംഭിച്ചതിന് ശേഷം ദേവാല കുഗ്രാമം എന്നുള്ളത് മാറി ഒരു വലിയ പട്ടണമായി അന്ന് മാറിയിരുന്നു. ടെലഗ്രാഫ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ഹോട്ടലുകൾ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ പിന്നീട് വന്നു തുടങ്ങി ഇവിടെ. എൻ്റെ സുഹൃത്ത് സ്റ്റെഫിൻ മനോവ ഇവിടെ വാഹനം നിർത്തി ഇവിടെ ഒരു കിടിലൻ വ്യൂ പോയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതും കണ്ടുപോയി കളയാം എന്ന് ഞാനും ആഗ്രഹിച്ചു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചില ഭാഗങ്ങൾ കാണാമെന്നും ഒരു മനോഹരമായ വ്യൂ പോയിൻ്റാണ് എന്ന് പറഞ്ഞിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങ് മലയിലുള്ള ചില വന്യമൃഗങ്ങളെയും കാണാം എന്ന്. അങ്ങനെ ഞാൻ മുന്നോട്ടേക്ക് ഒന്ന് നടന്നു നീങ്ങി.
പകൽ സമയത്ത് ചിലപ്പോഴെല്ലാം ഇവിടെയെല്ലാം വന്യമൃഗങ്ങളെ കാണാമെന്നും രാത്രി സമയങ്ങളിൽ ഇങ്ങോട്ടുള്ള യാത്ര അല്പം പ്രയാസമാണ് എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. അങ്ങ് ദൂരെ കാണുന്ന ആ വലിയ കുന്നുകളിൽ ഇന്നും സ്വർണമുണ്ട്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ വലിയ കോട്ടയായിരുന്നു ഈ കുന്നുകളെല്ലാം. എന്നാൽ അവരെല്ലാം പോയതിനു ശേഷം ഇന്നും അവർ ഖനനം ചെയ്ത ഗുഹകളും കുഴികളും ഇന്നും ശേഷിപ്പായിട്ട് അവിടെ അങ്ങും ഇങ്ങുമായി കാണുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്നത് ഒരു വലിയ കാഴ്ച തന്നെയാണ്. ക്യാമറയിൽ അല്പം ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് കാണാത്തത്. അങ്ങ് ദൂരെ കാണുന്നത് കേരളത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ കുന്നുകളിലെല്ലാം ഇന്ന് വന്യമൃഗങ്ങളാൽ വിഹരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാടായി മാറിയിരിക്കുന്നു. പകൽ സമയങ്ങളിൽ പോലും വന്യമൃഗങ്ങളെ കാണാം. ഈ കുന്നുകളിലും ഇന്നും ചിലർ ഖനനം ചെയ്യാറുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സായിപ്പിന് വേണ്ടി സ്വർണം കുഴിച്ചെടുക്കുവാൻ തടവുകാരായ അടിമകളെ ചൈനയിൽ നിന്ന് പോലും കൊണ്ടുവന്നിരുന്നു. മലയും കാടും മുഴുവനും കുഴിച്ചു നടന്നിട്ടും മുടക്കുമുതൽ പോലും തിരിച്ചു പിടിക്കാനാകാതെ രീതിയിലുള്ള സ്വർണം ലഭിക്കാതെ പോയി. വയനാട്ടിലും ഇതുപോലെ സ്വർണ്ണഖനനമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. 1798 ബോംബെ സർക്കാർ മേപ്പാടിയിൽ സ്വർണ്ണഖനനത്തിന് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു. എന്നാൽ ചെലവിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാതെ വന്നതോടെ ഖനനം ഉപേക്ഷിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ. അതേസമയം ദേവാല വനത്തിൽ സ്വർണ്ണത്തരികൾ തദ്ദേശീയരായ ഭാഗ്യാന്വേഷകരും വന്നു തുടങ്ങി. ദേവാലയയുടെ പരിസര പ്രദേശങ്ങളിലും അനേകം പേരാണ് ഇപ്പോഴും സ്വർണ്ണഖനനത്തിന് വേണ്ടി കാട് കയറുന്നത്. പാറകളിലും സ്വർണമുണ്ട് എന്ന് ഇപ്പോഴും പറയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള കാട്ടിനുള്ള നിരവധി ഗുഹകളും ഇന്നും അവിടെ കാണാം. കൂടാതെ വലിയ തുരങ്കങ്ങളും. അങ്ങനെയുള്ള ഒരു തുരങ്കം അന്വേഷിച്ചാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഇപ്പോഴുള്ള യാത്ര. ഇവിടെയുള്ള പാറ കഷ്ണങ്ങളും കല്ല് കഷ്ണങ്ങളും കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആകൃതിയിലും കൂടാതെ ഒരു തെളിഞ്ഞ അരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ആകൃതിയിലുമുള്ള കല്ലുകൾ തന്നെയാണ്. പ്യൂർ വൈറ്റായിരിക്കുന്ന കല്ലുകളാണ് ഇവിടെയുള്ളത്. ഏകദേശം സമയം വൈകുന്നേരം ആയതുകൊണ്ടാണ് ഈ കല്ലിന് തെളിച്ചം കുറഞ്ഞത്. നട്ടുച്ചയ്ക്കാണ് എൻ്റെ യാത്രയെങ്കിൽ ഇവിടെയുള്ള കല്ലുകളെല്ലാം ഒരുപക്ഷെ തിളങ്ങുന്ന രീതിയിൽ കാണാമായിരുന്നു. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ബ്രിട്ടീഷുകാർ ഒരു കാലത്ത് സ്വർണം കൊണ്ടുപോയിരുന്ന അല്ലെങ്കിൽ ഖനനം ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ഗുഹയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാന ഗുഹ. ഈ ഗുഹ ഏകദേശം 16 മുതൽ 27 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഗുഹയിൽ നിന്ന് വരെ ബ്രിട്ടീഷുകാർ ഒരു കാലത്ത് സ്വർണ്ണ ഖനനം കുഴിച്ചെടുത്ത് പോയി കൊണ്ടുവരുന്നു. ഈ ഗുഹയ്ക്ക് ഉള്ളിലൂടെ പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ തൊട്ട് മുകളിലുള്ള മണ്ണിൽ നിന്നും ജലം ഒഴുകുന്ന ശബ്ദം കേൾക്കാം. കൂടാതെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് കയറുവാൻ തുനിഞ്ഞില്ല. ഒരുപക്ഷെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് പല വഴികളായിട്ട് ഇത് മാറുമെന്ന്.
അതുകൊണ്ട് തന്നെ തിരിച്ചു വരാൻ പ്രയാസമായിരിക്കും. കൂടാതെ വന്യമൃഗങ്ങൾ ഉള്ള ഒരു കാടായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വന്യമൃഗങ്ങളും ഇതിനകത്തുണ്ടാകാം. ഒരാൾക്ക് അനായാസം നേരെ നിന്നുകൊണ്ട് ഈ ഗുഹയിലൂടെ നടന്നു പോകാം, നീണ്ടു നിവർന്ന് തന്നെ നടക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗുഹയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള കല്ലുകളിൽ ഒരു പ്രത്യേക കളർ തന്നെയാണ്. അവ ചില ഇടങ്ങളിൽ തിളങ്ങി നിൽക്കുന്നു. ഇദ്ദേഹം പറയുന്നത് സ്വർണം, ഡയമണ്ട് മുതലായവ ഇവിടെ നിന്നും എടുത്തു പോയിരുന്നെന്നും അതിൻ്റെ അംശങ്ങളും അവിടെ ഇവിടെയായിട്ട് കാണാമെന്നും. വലിയ തോതിൽ ഈ ഗുഹയിൽ നിന്നും ബ്രിട്ടീഷുകാർ സ്വർണം ഖനനം ചെയ്തു പോയിരുന്നു. അങ്ങനെ ആ കാഴ്ചയും കണ്ടുകൊണ്ട് മുന്നോട്ടേക്കുള്ള യാത്ര ഞാൻ തുടർന്നു. കൂടാതെ ഇവിടെ മനോഹരമായ ഒരു ഗ്രാമവുമുണ്ട് എന്ന് പറയുന്നു. ആ ഗ്രാമവും കണ്ടുകൊണ്ടുള്ള യാത്രയാണ് മുന്നോട്ട്. ആ ഗ്രാമങ്ങളിലും ഇന്നും സ്വർണ്ണ ഖനനം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവയെല്ലാം നിന്നുപോയി. അങ്ങ് കാണുന്ന മലയിലെല്ലാം നിരവധി സ്വർണ്ണ ഖനനത്തിൻ്റെ ചില ശേഷിപ്പുകളുണ്ട്. ഇവിടെയുള്ള പാറക്കഷ്ണങ്ങളിലും അതിൻ്റെ ശേഷിപ്പ് കാണാം. എൻ്റെ ഈ യാത്രയിൽ തന്നെ ചില ആളുകൾ ഇതിലൂടെ നടന്നു പോകുന്നത് കണ്ടിരുന്നു. ചിലർ അങ്ങുമിങ്ങുമായി അലയുന്നു. ഒരുപക്ഷെ ഇവിടെയുള്ള തദ്ദേശികർ ഇന്നും ഖനനം ചെയ്യുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അവയെല്ലാം കണ്ടുകൊണ്ട് ഇവിടെയുള്ള തേയിലത്തോട്ടത്തിൻ്റെ മനോഹരത്വം കണ്ടുകൊണ്ട് ഞാൻ യാത്ര മുന്നോട്ട് നീക്കി. തദ്ദേശീയരായ വാസികൾ ഇന്നും ഈ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കാറുണ്ട്. ഈ തൊട്ട് കാണുന്ന മലയിലും നിരവധി സ്വർണ്ണഖനനത്തിൻ്റെ കുഴികൾ കാണാം. അവിടെയെല്ലാം നടക്കുന്നത് അല്പം അപകടം തന്നെയാണ്. വലിയ വലിയ കുഴികൾ കാട് മൂടിയത് കൊണ്ട് തന്നെ ഏത് നിമിഷവും താഴോട്ട് വീണു പോകാമല്ലോ. ഖനനം നഷ്ടമായപ്പോൾ പല കമ്പനികളും ഉപേക്ഷിച്ചു മടങ്ങി. സ്വർണ്ണഖനനി കമ്പനികളുടെ ഷെയറുകളും കുത്തനെ ഇടിഞ്ഞിരുന്നു. 1893 ദേവാലയിലെ അവസാനത്തെ സ്വർണ്ണഖനന കമ്പനിയും പൂട്ടിപ്പോയി. അപ്പോഴും നാട്ടുകാർ സ്വർണ്ണവേട്ട അവസാനിപ്പിച്ചില്ല. പുതിയ തുരങ്കങ്ങളെടുത്തു. വെള്ളക്കാരൻ്റെ കുഴികളിൽ വീണ്ടും കുഴിച്ചും ദേവാലയത്തിലെ ഇന്നും സ്വർണം തേടി ധാരാളം ആളുകൾ എത്താറുണ്ട്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ സ്വർണം കൊണ്ടുപോയിരുന്ന പാതയിലൂടെയാണ് ഇന്ന് എൻ്റെ യാത്ര. ഒരു കാലത്ത് സ്വർണം നിറഞ്ഞിരുന്ന പാത എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. എന്നാൽ അവയെല്ലാം ഇന്ന് മാറിയിരിക്കുന്നു. നീലഗിരിയിലെ കുന്നുകൾ ഇന്നും ഒരു മനോഹരമായ കാഴ്ചയാണ് ഒരുക്കുന്നത്. പ്രകൃതി കനിഞ്ഞൊരുങ്ങിയ ഒരു വരദാനമാണല്ലോ ഇതെല്ലാം. എന്നാൽ മനുഷ്യൻ അവ ചൂഷണം ചെയ്യുന്നു.
മനുഷ്യൻ ഇന്നും അവസാനിപ്പിക്കാതെ സ്വർണ്ണവേട്ട നടത്തുന്നു ഇവിടെയുള്ള മണ്ണിലും കൂടാതെ കല്ലുകളിലും ചെറിയ പാറക്കഷ്ണങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ കല്ലുകൾ സാധാരണ കാണുന്ന കല്ലുകൾ പോലെയുള്ളതല്ല. അവയെല്ലാം തെളിഞ്ഞു നിൽക്കുന്നു. ചില കല്ലുകൾ പ്രകാശത്തിൽ വച്ചു കഴിഞ്ഞാൽ തിളങ്ങി നിൽക്കുന്നു. നട്ടുച്ച സമയത്ത് ഈ കല്ലുകളിൽ പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ചില കല്ലുകൾ അവ ഏറ്റവും പ്രകാശമായ രീതിയിൽ തന്നെ തിളങ്ങി നിൽക്കുന്നത് കാണാം. സന്ധ്യ ആയതുകൊണ്ട് തന്നെയാണ് ഈ കല്ലുകൾ ഇങ്ങനെ മങ്ങി നിൽക്കുന്നത്. എന്നാൽ ചില കല്ലുകൾ അല്പം പ്രകാശം നൽകുന്നതായിട്ട് എൻ്റെ ദൃഷ്ടിയിൽ പെടുന്നുമുണ്ട്. ഈ കാണുന്ന കല്ലുകളെല്ലാം ഒരു പ്രത്യേകമായ രീതിയിൽ തന്നെ ഉള്ളതാണ്. അവ നമ്മുടെ നാട്ടിൽ കാണുന്ന കല്ലുകൾ പോലെയുള്ള അല്ല. ഇനി അല്പം മുന്നോട്ട് നീക്കി കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഒരു ഗ്രാമമുണ്ട് എന്നെൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു. അത് പാതയോരത്ത് തന്നെയാണ്. സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഗ്രാമം പയ്യെ ഉറങ്ങുകയാണ്. ഈ ഗ്രാമത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ആ കാഴ്ച കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നി. സൂര്യൻ അങ്ങ് ദൂരെ മലകൾക്കപ്പുറം താഴുകയാണ്. ഗ്രാമം അതനുസരിച്ച് ഉറങ്ങുവാൻ തുടങ്ങുകയുമാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കോട്ടയായിരുന്നു, അവരുടെ പ്രധാന സ്ഥലങ്ങളായിരുന്നു ഈ കാണുന്ന കുന്നുകളിലെ ഖനനമെല്ലാം. കൂടാതെ അന്ന് ജോലി ചെയ്തിരുന്നവരുടെ വീടുകളും. എന്നാൽ ഇന്ന് ഇവിടെയുള്ള തോട്ടം തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഇവിടെയുള്ള ഓരോ വീടുകൾക്കും നൂറ്റാണ്ടുകളുടെ ചരിത്രവും കഥയും പറയുവാനുണ്ട്. കൂടാതെ അന്ന് ജീവിച്ചിരുന്നവരുടെ മനുഷ്യരുടെ ജീവിതവും. ചിലർ ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഗ്രാമത്തിൻ്റെ മനോഹരം കണ്ട് അല്പം മുന്നോട്ടേക്ക് ഞാൻ നടക്കുവാൻ തീരുമാനിച്ചു. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ ലയങ്ങൾ. ഇന്ന് തോട്ടം തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത്. ജോലി കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് യാത്രയിലാണ് അവർ. നീലഗിരിയിലും കൂടാതെ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളുണ്ട് എന്ന് എൻ്റെ ഈ യാത്രയിൽ തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദേവാല ഞാൻ വിചാരിച്ച പോലെ ചില്ലറക്കാരനല്ല. ചരിത്രം അനേകം ഇനിയും മണ്ണിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഒരിക്കലെങ്കിലും ദേവാല എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. അങ്ങോട്ടേക്കൊന്ന് പോയി യാത്ര ചെയ്യണം. പ്രകൃതി സൗന്ദര്യം വേറെ തന്നെയാണ് ഈ നാട്ടിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നിഗൂഢമായ രഹസ്യങ്ങളുമായി കാണാം. താങ്ക് യു.